ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ 2024 തീരാനായി. ഇനി ജസ്റ്റ് ഒരു മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയെന്ന് സീരിയസ്ലി എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. പക്ഷേ നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു ഇത്. ഒരുപാട് പേർക്ക് നല്ല വെയിറ്റ് ലോസ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ചാലഞ്ചസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അവരുടെ ഐഡിയൽ വെയിറ്റിൽ റീച്ച് ചെയ്തിട്ടുള്ളവരുണ്ടാവും. തൈറോയ്ഡ്, PCOD പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ റിവേഴ്സ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടക്കാതെ പോയിട്ടുള്ളവരും ഉണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഇനി ഒരു മാസം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് 2025 ആണ്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാക്സിമം 7 കിലോ വരെ റിഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ചുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് ചെയ്ത് നിങ്ങൾ നല്ലപോലെ ഒരു വെയിറ്റ് ലോസ് ഉണ്ടായി വളരെ കോൺഫിഡൻസോടുകൂടി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി 2025 സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് റെഡി ആയിട്ടുള്ളവർക്കൊക്കെ ഈ ചാലഞ്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാലഞ്ചിന് അത് മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യാറും ചാലഞ്ചൊക്കെ ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ ക്ലയൻസ് പോലും, ചില ക്ലയൻസൊക്കെ നമ്മുടെ കൂടെ 2-3 മാസമൊക്കെ ഉള്ളവരുണ്ടാവും കേട്ടോ. ഫൈനലി ആയിരിക്കും ചിലപ്പോൾ ഞാൻ അറിയുന്നവർ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് അല്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒരു 5 വർഷമായിട്ട് നമ്മുടെ ഈ ചാനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. കാരണം അത് എനിക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും മോട്ടിവേഷൻ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എനിക്കും ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ കിട്ടുന്നത് നമ്മളെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ചാലഞ്ചിൻ്റെ മറ്റൊരു ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത്തവണ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആളുകളിൽ നിന്ന് ഒരു 3 പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. 3 വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു വിന്നറിന് കിട്ടാനായിട്ട് പോകുന്നത് 3000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ആണ്. അതുമാത്രമല്ല, ബാക്കിയുള്ള 2 പേർക്ക്, ഫസ്റ്റ് റണ്ണറപ്പിനും സെക്കൻഡ് റണ്ണറപ്പിനും ബിഫിറ്റ് ഹാപ്പി വൈബ്സിൻ്റെ ക്ലബ് മെമ്പർഷിപ്പ് ആയിരിക്കും ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഈ ഒരു ക്ലബ് മെമ്പർഷിപ്പ്. നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, ഈ റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാലഞ്ച് വളരെ സിൻസിയർ ആയിട്ട് ഫിനിഷ് ചെയ്യണം. ഓണസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കാണിച്ചു തരണം. എന്നാൽ മാത്രമേ ഈ റിവാർഡ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ചാലഞ്ചിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ചാലഞ്ചിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. നമുക്ക് ക്യാഷ് പ്രൈസും അതുപോലെ മെമ്പർഷിപ്പും ഒക്കെ റിവാർഡ്സ് ആയിട്ടുണ്ട്. ഈ റിവാർഡ്സ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ഇടയിൽ നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആരും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു സമ്മാനവും തരാനായിട്ട് പോകുന്നില്ല. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് മുഴുവൻ, അതായത് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് മുഴുവൻ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ്, എനിക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു അവസാനത്തെ ചാലഞ്ചാണ്, നമ്മൾ 2024 ചെയ്യാൻ പോകുന്ന ഫൈനൽ ചാലഞ്ചാണ്, കലാശക്കൊട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റിവാർഡ്സ് ഞാൻ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും കോമ്പീറ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഈ ചാലഞ്ചിൻ്റെ മറ്റൊരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട്. ഇത്തവണ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുമ്പം അതിൻ്റെ ലിമിറ്റേഷൻ കൂടി ഞാൻ ആദ്യം പറയുകയാണ്. 1000 ആളുകൾ മാത്രമേ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതും നമുക്കിപ്പം നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ കമ്മ്യൂണിറ്റീസിൽ, അതായത് നമുക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതിനകത്ത് കമ്മ്യൂണിറ്റി 1, കമ്മ്യൂണിറ്റി 2 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓൾറെഡി ഭാഗമായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി 2 കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ നമ്മൾ ഈ ചാലഞ്ച് റണ്ണിങ് ആയിരിക്കും. അതിൻ്റെ എല്ലാ അപ്ഡേഷൻസും റണ്ണിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് പുതിയതായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഉള്ളവർ ഇതിനകത്തും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അവസരം നമ്മൾ തടയുകയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പറിലേക്കുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടീം മെമ്പറിൻ്റെ ഒരു നമ്പറാണ്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണെങ്കിൽ നിങ്ങളെ ആ ഒരു സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലോസ് മോണിറ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു 1000 പേരെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും അവരുടെ പ്ലേറ്റ്സ് ചെക്ക് ചെയ്യാനും അവർ പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് നോക്കും. അവർ കുറച്ചും കൂടെ ക്ലോസ് മോണിറ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു 900+ ആളുകളുണ്ട്. അപ്പം കുറച്ച് പേർക്കും കൂടി അതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഗെയിൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തേക്കുന്നത്. എന്ന് വെച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമല്ല നമ്മുടെ ചാലഞ്ച് ഉണ്ടാവുക. നമ്മുടെ
മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ തന്നെയാണ്. ചാനലിലായിരിക്കും നമ്മുടെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുക. അതിൻ്റെ അപ്ഡേഷൻസും വീഡിയോസും ഒക്കെ വരാൻ പോകുന്ന ചാനലിൽ തന്നെയാണ്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ യാതൊരു വിധത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളും കോമ്പറ്റീഷൻ്റെ ഭാഗം തന്നെയാണ്. നിങ്ങളെയും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാനായിട്ട് നമുക്ക് ബാക്ക് എൻഡ് ആയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു എന്താ പറയുക ചാലഞ്ച് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ഫോളോ ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചാലഞ്ചാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു 8-16 പാറ്റേൺ ആയിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഈ ചാലഞ്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. തൈറോയിഡ്, PCOD, ഫാറ്റ് ലിവർ, ഫീഡിംഗ് മദേഴ്സ്, ടീനേജേഴ്സ് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ വിൻഡോ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് പാറ്റേൺ എല്ലാവരും അത് ഫോളോ ചെയ്യണം. അതായത് 12-12 പാറ്റേൺ. അതായത് ഒരു 8 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു 8 മണിക്കുള്ളിൽ നമ്മൾ ഡിന്നർ എടുത്ത് ഫിനിഷ് ചെയ്യണം. അതെന്തായാലും നിങ്ങൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം, അല്ലാത്തവർക്ക് ഈ ഒരു ബേസിക് പാറ്റേൺ ഫോളോ ചെയ്യാവുന്നതാണ്. വീക്ക് 1, വീക്ക് 2, വീക്ക് 3 ഇങ്ങനെയായിട്ടായിരിക്കും ഞാൻ ഡയറ്റ് പ്ലാനർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. വർക്കൗട്ട് ആണെങ്കിലും ഞാൻ വീക്ക് 1 ന്യൂ ഒരു വർക്കൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അത് ഞാൻ സൺഡേ ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീക്ക് 2, വീക്ക് 3 ഞാൻ ഒന്നുകിൽ പുതിയ വർക്കൗട്ടുകൾ അപ്ലോഡ് ചെയ്യും, അല്ലാന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഏത് വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ചിൽ നമുക്ക് ചീറ്റ് മീൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. നോർമലി ഞാൻ വീക്ക് 1 അല്ലെങ്കിൽ വീക്ക് 2 മീൽ പ്ലാൻ തരുമ്പോൾ അതിനകത്ത് ഒരു ദിവസം ലവ് മീൽ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു 21 ഡേയ്സ് നമ്മൾ മാക്സിമം ഡെഡിക്കേറ്റ്ലി നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടി വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ചീറ്റ് മീൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് 4th വീക്കിൽ ക്രിസ്മസും ന്യൂ ഇയറും വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ അന്നത്തെ ദിവസം എന്തായാലും ചീറ്റ് മീൽസ് ആയിരിക്കും, എത്രയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ ഈ ഒരു 3 ആഴ്ചയെങ്കിലും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക, നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യുക, ബ്രെയിനിനെ ആ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ 21 ഡേയ്സ് നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക ചീറ്റ് മീൽസും ഉണ്ടാവില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡയറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ ഡയറ്റ് പ്ലാൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി, അതായത് ഈ 21 ഡേയ്സും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾക്ക് അറിയാലോ, കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരു 7 PM ആകുമ്പോൾ ഞാനൊരു ഡെയിലി ചെക്ക് ലിസ്റ്റ് ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം അതൊക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് പറയാൻ വേണ്ടി നോക്കുക. കാരണം ഈ കമൻസും നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻസും അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം എൻഗേജ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കാര്യമാണ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾ എൻഗേജ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഈ ഒരു കോമ്പറ്റീഷനിൽ വിന്നർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഫൈനലി ഞാൻ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഗൂഗിൾ ഫോം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീക്ക് 1, വീക്ക് 2, വീക്ക് 3 ഒക്കെ നിങ്ങൾ എങ്ങനെ പോയി എന്നുള്ള ഒരു പ്രോപ്പർ ധാരണ എനിക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ എല്ലാ എൻട്രീസും എടുത്ത് വെച്ച്, ഈവൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുട്ടികളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എൻട്രീസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മളൊരു ഫൈനൽ വിന്നറിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വിന്നർ ആവുന്നതും അതുപോലെ തന്നെ ക്യാഷ് പ്രൈസ് കിട്ടുന്നതും അല്ലെങ്കിൽ ക്ലബ് മെമ്പർഷിപ്പ് ഫ്രീ ആയിട്ട് കിട്ടുന്നതും അതിനെ പറ്റിയിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞാൻ തരുന്ന ഡയറ്റ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ വർക്കൗട്ട് റുട്ടീൻ ഫോളോ ചെയ്യുക. 21 ഡേയ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു 21 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച വീണ്ടും ബ്രേക്ക് വരാനായിട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ ജനുവരി 1 മുതൽ നമ്മുടെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു 21 ഡേയ്സ് മാക്സിമം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ എക്സ്ക്യൂസസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ ഇന്ന് മുതൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഡിസംബർ 2 നമ്മുടെ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാളെ ഞാൻ നിങ്ങൾക്ക് ഡയറ്റ് പ്ലാനിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഒരു വീക്ക് 1 ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തൊക്കെ ഫോളോ ചെയ്യണം, കുറച്ച് ഗോൾഡൻ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സൺഡേ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മൺഡേ മുതൽ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങേണ്ട വർക്കൗട്ട് പാറ്റേണും വരുന്നതായിരിക്കും. ഒരു 7 ഡേയ്സ് ആയിരിക്കണം നിങ്ങൾ ആ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ 7 ഡേയ്സ് ആ ഒരു ഡയറ്റ് പ്ലാനും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഡയറ്റ് പ്ലാനിൻ്റെയും വർക്കൗട്ടിൻ്റെ ഒക്കെ വീഡിയോ ആണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ കാണുന്ന ലിങ്കിൽ നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങളെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. എഗെയിൻ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, കമ്മ്യൂണിറ്റി 1 കമ്മ്യൂണിറ്റി 2 ഉള്ളവർ കോൺടാക്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഈ ഒരു ചാലഞ്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും നടക്കുന്നതായിരിക്കും. അത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ഒരു ചാലഞ്ചിന് റെഡി ആണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ റെഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് നിങ്ങൾ കൊടുക്കുക. ഇവിടെ മുതൽ നിങ്ങളെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സിൻസിയർ ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതൊക്കെ ഒരു കോമ്പറ്റീഷനിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ മാക്സിമം റെസ്പോൺസസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലും നിങ്ങളുടെ ഫാമിലി സർക്കിളിലും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫൈനൽ ചാലഞ്ച് നമ്മുടെ കൂടെ തന്നെ ചെയ്യട്ടെ. ഒത്തിരി പേര് ഈ ഒരു
ഒരു ചാലഞ്ചിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസും ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ഒക്കെ കറക്റ്റ് സമയത്ത് നിങ്ങളുടെ കയ്യിൽ എത്താനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്ര മാത്രം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.